പാലക്കാട് ജില്ലയിലെ 10 സീറ്റുകളിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. പാലക്കാട് രമേശ് പിഷാരടിയും മലമ്പുഴയിൽ എ സുരേഷും തൃത്താലയിൽ വി ടി ബൽറാമും മത്സരിക്കും. പാലക്കാട്ടെ 12 സീറ്റിൽ 10 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചത്. ഇതിൽ 8 സീറ്റിലും മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആലത്തൂർ കെ എം ഫെബിൻ, ചിറ്റൂർ സുമേഷ് അച്യുതൻ, കോങ്ങാട് കെ എ തുളസി, മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ, നെന്മാറ എ തങ്കപ്പൻ, തരൂർ കെ സി സുബ്രഹ്മണ്യൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഒറ്റപ്പാലത്ത് CPIM വിമത പാർട്ടി സ്ഥാനാർത്ഥി PK ശശിയെ പിന്തുണയ്ക്കാനാണ് യുഡിഎഫിന്റെ തീരുമാനം. ഇരട്ട ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമായാണ് ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായാണ് മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർമാർക്ക് അനുമതി. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്ന് 303.5 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. എറണാകുളം ജില്ലയിൽ നിന്ന് 152.05 ഹെക്ടറും, ഇടുക്കിയിൽ നിന്ന് 31.64 ഹെക്ടറും, കോട്ടയത്ത് നിന്ന് 199.8 ഹെക്ടറുമാണ് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉത്തരവിലുണ്ട്. എറണാകുളം ജില്ലയിൽ 17 വില്ലേജുകളിലും ഇടുക്കിയിൽ 3 കോട്ടയത്ത് 13 വില്ലേജുകളിലുമാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. താൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിടിച്ചു നിർത്തി അടിച്ചോളൂവെന്നും അഖിൽ മാരാർ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അഖിൽ മാരാരുടെ പ്രതികരണം. മത്സരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനാണ്. രാജു ചന്ദ്രശേഖർ നയിക്കുന്ന മുന്നണിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. സെലിബ്രിറ്റികൾക്ക് നാട്ടിൽ ഒരു വിലയുമില്ലെന്നും തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് വോട്ട് പിടിക്കില്ലെന്നും അഖിൽ അറിയിച്ചു. വിവാദങ്ങൾ തനിക്ക് കരുത്തു പകർന്നുവെന്ന് കായംകുളത്തെ ഇടത് സ്ഥാനാർത്ഥി യു പ്രതിഭ. പാർട്ടി നൽകിയത് വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടിക്ക് തന്നിലുള്ള വിശ്വാസം നിലനിർത്തി പോവേണമെന്നാണ് ആഗ്രഹമെന്നും പ്രതിഭ പറഞ്ഞു. 3ാം തവണയാണ് കായംകുളത്ത് യു പ്രതിഭ ജനവിധി തേടുന്നത്. ഒരു വീട്ടമ്മയായി ഇരിക്കുകയാണെങ്കിൽ ആരും വിമർശനങ്ങൾ ഉന്നയിക്കില്ലെന്നും വലിയ ഉത്തരവാദിത്തമാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിഭ പറഞ്ഞു. സ്വാഭാവികമായി ഇത് കരുത്ത് നൽകും. വിമർശനങ്ങൾ ചെറിയ സമയത്തേക്ക് വിഷമിപ്പിച്ചേക്കാം. അസത്യങ്ങൾ അധികകാലം പ്രചരിപ്പിക്കാനാവില്ല. പൊതുപണം ഒരിക്കലും ദുർവിനിയോഗം ചെയ്തിട്ടില്ല. വ്യാജ പ്രചരണങ്ങൾ ആർക്കും നടത്താമെന്നും പ്രതിഭ പറഞ്ഞു.